വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ആകും കുഞ്ഞുങ്ങളെ അൺചേഞ്ച്ഡ് റിലേഷൻ അല്ലെങ്കിൽ മാറാത്ത ബന്ധങ്ങൾ. അതിന്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുന്നുണ്ടെന്നും പിന്നെ മനസ്സിലാവുന്നുണ്ടെന്നും ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. എന്നെ നേരിൽ കാണുമ്പോഴും അത് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ആദ്യത്തെ 3 പാർട്ട് നല്ലതുപോലെ കയറി കാണണം കേട്ടോ. നമ്മൾ 118ന്റെ എക്സർസൈസ് വരെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളത് നല്ലതുപോലെ പാർട്ടായിട്ട് തന്നെ കയറി കാണണം കേട്ടോ. നമുക്ക് ബാക്കി പഠിക്കാം. നോക്കിയേ, 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസവും ഇരട്ട സംഖ്യ അല്ലേ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം ഇരട്ട സംഖ്യ തന്നെയാണ് കുഞ്ഞുങ്ങളെ. അതിന് ഉദാഹരണമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. 2 ഇരട്ട സംഖ്യ നോക്കി ഇവിടെ ടെസ്റ്റിൽ തന്നേക്കുന്ന തന്നെ നമുക്ക് നോക്കാം. നോക്കൂ കുഞ്ഞുങ്ങളെ, 18 മൈനസ് 12, 18 - 12 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 - 12 അതായത് ഈസിക്കൽ ടു 6 ആണെന്ന് നമുക്കറിയാം. 18ൽ നിന്നും 12 പോയാൽ 6 ആണെന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാ ഇത്രയും വാരി വലിച്ചു കിടന്ന് ചെയ്യുന്നതെന്ന് നമുക്കൊരു അങ്ങനെ ഒരു ചോദ്യം വരത്തില്ലയോ? ഇല്ലയോ നിങ്ങളെ? എടാ ഇത് 18 - 12 പറഞ്ഞാൽ ഞങ്ങളുടെ വിരലിലായാലും ഞങ്ങളത് കൂട്ടി 6 ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. പിന്നെ ഇതെന്തോ കാണിക്കും അല്ലേ? പക്ഷേ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയാം, 2 ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ ഇവൻ നമ്പറുകൾ കേട്ടോ. ഇവൻ നമ്പറും ഓഡ് നമ്പറും ഒക്കെ അറിയാതെ. ഇവൻ നമ്പറുകൾ ഏതാ കുഞ്ഞുങ്ങളെ? 2, 4, 6, 8 ഇതാണ് ഇവൻ നമ്പർ കേട്ടോ. ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 1, 3, 5, 7 പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു പോണേ. ഇവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ. 2, 4, 6, 8, 10, 12 ഇരട്ട സംഖ്യയാണ് ഇവൻ നമ്പർ. ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 3, 5, 7, 9 എന്ന് പറയുന്നതാണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ കേട്ടോ. ഇവിടെ നമ്മളോട് ചോദിച്ചത് 2 ഇവൻ നമ്പർ ഇൻ ആൻ ഇവൻ നമ്പർ എന്ന് വെച്ചാൽ 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ കുറയ്ക്കാനാണ് കേട്ടോ. വ്യത്യാസം ഇരട്ട സംഖ്യ തന്നെയാണോ എന്നാണ് പറയുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, 18 നിന്ന് 12 കുറച്ചാൽ 6 ആണ് വന്നത്. ശരിയല്ലേ? അല്ലേ? ഇവൻ നമ്പർ തന്നെ അല്ലേ വന്നത്? ഇനി അവർ പറയുന്നത് ഇത് ഇരട്ട സംഖ്യ, ഏതിരട്ട സംഖ്യ എടുത്താലും ഇത് ശരിയാകുമോ? നമ്മൾ ഇത് മാത്രമല്ല ഏതെടുത്താലും വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ തന്നെ ഇനി എങ്ങനെ അതിനെ ചെയ്യാവുന്ന ടെസ്റ്റ് ഒന്ന് നോക്കണേ. അതായത് 18 എന്ന് പറയുന്നതിനെ ഏതാ 18 എന്ന് പറയുന്നതും 12 എന്ന് പറയുന്നതും നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 18ഉം 12ഉം ഇത് ഇവൻ നമ്പർ അല്ലേ? അപ്പം 2ന്റെ ടേബിളിൽ വരത്തില്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ? ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2ന്റെ ടേബിളിൽ വരും. 2ന്റെ ടേബിൾ പിന്നെ നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ അല്ലേ? അറിയാമല്ലോ. അപ്പോൾ എത്ര? 2 × 9 കുഞ്ഞുങ്ങളെ 18. നമുക്കറിയാം 2ന്റെ ടേബിൾ നമുക്കറിയാം കേട്ടോ. 12 എന്ന് വെച്ചാലോ 2 × 6 ആണ് 12. അതും നമുക്ക് നല്ലതുപോലെ അറിയാം. സംശയമൊന്നുമില്ലേ കേട്ടോ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതുമെന്നാ നോക്കിക്കേ. 18 - 12 എന്ന് പറയുന്നതിനെ ഇവിടെ രണ്ടിടത്തും പൊതുവായിട്ട് രണ്ടിടത്തും ഒരുപോലെ വന്നതാരാ കുഞ്ഞുങ്ങളെ? 2 ആണ്. ആ 2നെ ഇങ്ങ് വെളിയിൽ കൊണ്ടുവരിക. മനസ്സിലാക്കണേ, രണ്ടിടത്തും പൊതുവായിട്ട് വന്ന 2നെ വെളിയിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇൻറ്റു ബാക്കി നോക്കിയേ 9 അല്ലേ? അല്ലയോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് നോക്കിയേ 2 × 9 അല്ലേ? അങ്ങനെ എഴുതിയിട്ട് എഴുതാം. 2 × 9 2 × 9 മൈനസ് 2 × 6 ആണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇതിനകത്തിൽ 2ലും പൊതുവായിട്ട് വന്ന ആരാ നിങ്ങളെ? 2 ആണ് കേട്ടോ. 2ലും പൊതുവായിട്ട് വന്നത് 2 അല്ലേ? ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇൻറ്റു ബാക്കി വരുന്ന ആരാ ഇവിടെ? 9ഉം 6ഉമാണ്. 9 - 6. നല്ലപോലെ ഇത് മനസ്സിലാക്കണേ. മൊത്തത്തിൽ കൺഫ്യൂഷനായോ? ഒന്നുകൂടെ പറയണോ? 18 - 12 2 ഇവൻ നമ്പറുകളാണ് നമ്മൾ വ്യത്യാസം കാണാൻ എടുത്തത്. ഏതോ സംഖ്യ ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് ടെസ്റ്റിൽ തന്നതുകൊണ്ടാണ് നമ്മൾ 18 - 12 കൊടുത്തത്. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യയാണേ. ഓക്കെ, ഇത് 2ൽ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2ന്റെ ടേബിൾ എടുത്തപ്പോൾ 2 × 9 ആവും നിങ്ങളെ 18. 2 × 6 ആണ് 12. 2 × 9 18, 2 × 6 12. അപ്പോൾ ഇതിൽ 2ലും പൊതുവായിട്ട് വന്നത് ആരാണ്? 2 ആണ്. ആ 2നെ ഇനി വെളിയിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ടോ ബാക്കി വന്ന ആരാ? 9നെ 6. 9ഉം 6ഉം നടി ഈ മൈനസാണ് കേട്ടോ. ഈ മൈനസാണ് ഇത്. അപ്പോൾ നോക്കിയേ, 2 × 9ൽ നിന്ന് 6 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 3 ആണ് അല്ലേ? 9ൽ നിന്ന് 6 പോയാൽ 3 ആണ്. 2 × 3 എത്ര? 6 ആണ്. മനസ്സിലായോ? എത്ര കുഞ്ഞുങ്ങളെ? 2 × 3 6 ആണ്. നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എത്ര? 6. ഇവിടെ കിട്ടിയത് എത്ര? അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരത്തില്ല, ഇതെന്തിനാ ഇത് 18 നിന്ന് 12 പോയാൽ ഞങ്ങൾക്ക് അറിയാം 6 ആണ്. പിന്നെ ഇത്രയും കിടന്ന് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതായത് നമ്മൾക്ക് 2 ഇരട്ട സംഖ്യകളുടെ വ്യത്യാസവും ഇരട്ട സംഖ്യ തന്നെയാണ് എന്ന് കാണിക്കാൻ അതിൻ്റെ ആ 2 സംഖ്യയുടെ ഒരേ സംഖ്യയോട് ഗുണിച്ചാലും കുറച്ചാലും സംഖ്യകളുടെ വ്യത്യാസത്തെ ഗുണിച്ചാലും കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ സംഖ്യാബന്ധങ്ങൾ എന്ന ഒരു പാഠഭാഗത്തിനകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സർസൈസ് മുതൽ ഇനി അങ്ങോട്ട് ചെയ്യാം.
ടെസ്റ്റിനകത്തിൽ അതിൻ്റെ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചല്ലേ കാണിച്ചത് അല്ലേ, ഇത് ഇവിടെ കുറച്ചല്ലേ കാണിച്ചത്. അങ്ങനെ അവർ കൂട്ടിയാൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമോന്നാണ് ചോദിച്ചത്. നോക്കൂ നിങ്ങളെ, 300 ഒരെണ്ണോടെ പറയാം, 325 കേട്ടോ, 325 മൈനസ് 137 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഇതും കുറയ്ക്കാനാണ്, വ്യത്യാസമാണ് അല്ലേ, വ്യത്യാസമാണ്. ഓക്കെ, വ്യത്യാസമാണ്. 325 മൈനസ് 137 ഇത്രയും വലിയൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യും? ഇവിടെ നമ്മൾ എന്താ കൊടുക്കുവാണെങ്കിൽ രണ്ടിടത്ത് ഒരുപോലെ കൊടുക്കണം കേട്ടോ, രണ്ടു പേർക്കും ഒരുപോലെ കൊടുക്കണം. അത് ഓർത്തോണേ. ഇപ്പോൾ 325 കൂടെ അവർ പറയുക എന്താ, 325 കിട്ടാൻ എന്ത് ചെയ്തു, 324 കൂടെ ഒന്നും കൂടി കൂട്ടിയപ്പോൾ 325 കിട്ടിയില്ലയോ? അതുപോലെ തന്നെ എന്താണെന്നറിയോ, ഇവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ് ഓഡ് നമ്പർ കിട്ടിയത്. ഇവൻ നമ്പറാണ്, 2 ഇവൻ നമ്പറുകൾ തങ്ങളിൽ കൂട്ടിയാൽ. അപ്പോൾ ഇവൻ നമ്പർ വരണമെങ്കിൽ എന്താ, ലാസ്റ്റിലത്തെ ഒരു സംഖ്യയുടെ ലാസ്റ്റിൽ ഒന്നീ 0, 2, 4, 6, 8 ഈ നമ്പറിൽ ഏതെങ്കിലും വന്നെങ്കിൽ മാത്രമേ അത് ഇവൻ നമ്പർ ആവത്തുള്ളൂ. അത് പഠിച്ചോണേ. ഇനി 137 എന്ന് പറയുന്നത് 136 പ്ലസ് 1 കേട്ടോ, എങ്കിലേ അത് ഇവൻ നമ്പർ ആവത്തുള്ളേ. ഈ ഇവൻ നമ്പറിൻ്റെ കൂടെ ഈ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ് എന്തായത്, എന്താ നിങ്ങളെ, ഈ സംഖ്യ ആയത് കേട്ടോ. ഇവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. ഇവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയപ്പോഴാണ്, അതായത് 325 രണ്ടും ഓഡ് നമ്പറാണ് കേട്ടോ, ഇത് രണ്ടും ഓഡ് നമ്പറാണ്. 324 കൂടെ ഒന്നുകൂടെ കൂട്ടി, 336 കൂടെ ഒന്നുകൂടെ കൂട്ടി അല്ലേ. അപ്പോൾ എത്ര വന്നു? ഇത്ര കുഞ്ഞുങ്ങളെ, ഇത് രണ്ടും കൂടെ കുറച്ച് 324 മൈനസ് 136 മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇവൻ നമ്പറുകൾ കേട്ടോ, ഇവൻ നമ്പർ, അതായത് 4 6 പോകത്തില്ല. ഇവിടുന്ന് കടവെടുത്തു 14, 14 6 പോയ 8 പിന്നെ ഇവിടെ 1 ഉള്ളൂ, 1 3 എടുക്കാൻ പറ്റത്തില്ല. ഇപ്പുറത്തുനിന്ന് കടവെടുത്തു 11, 11 3 പോയാലും 8 പിന്നെ ഇവിടെ 2 ഉള്ളൂ, 2 1 പോയാൽ 1. ഇതൊക്കെ 188 നമുക്ക് കിട്ടിയത്. എന്താ, കുറച്ച് നോക്കിയപ്പോഴാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂട്ടിയാലും കുറച്ചാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ഇതിൻ്റെ കൂടെ 124 അല്ലേ, ഇപ്പം 325 എന്ന് പറയുന്നതിന് 324 പ്ലസ് 1 ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി നോക്കട്ടെ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്ന് വീതം കുറച്ചാണ്. 324 കൂടെ ഒന്ന് കൂട്ടിയപ്പോഴാണ് ഇവിടെ 25 വന്നതെന്ന് മനസ്സിലായല്ലോ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 324, അതായത് ഇവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ് ഈ ഓഡ് നമ്പർ വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓഡ് നമ്പർ അല്ലേ തന്നിരിക്കുന്നത്, ആ ഓഡ് നമ്പറിൻ്റെ കൂടെ ഞാൻ ഇപ്പം 320, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ, 325 കൂടെ ഞാൻ ഒന്നുകൂടെ കൂട്ടി. എത്ര? 326 ആക്കി. അപ്പോഴും ഈവൻ നമ്പർ ആയല്ലോ. ഒന്ന് കൂട്ടിയപ്പോഴും എന്താ, ഈവൻ നമ്പർ ആയല്ലോ. അടുത്തത് 136 കൂടെ ഒന്നുകൂടെ കൂട്ടി. എത്ര കുഞ്ഞുങ്ങളെ? 137 അല്ലേ, 137 കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പം 138. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ കൂടെ ഓരോന്ന് കുറച്ചപ്പോൾ, ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ കൂടെ ഓരോന്ന് കുറച്ചപ്പോൾ എനിക്ക് 188 കിട്ടി. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ തന്നിരിക്കുന്ന സംഖ്യയുടെ ഒന്നുകൂടെ, എന്ന് വെച്ചാൽ രണ്ടിടത്തും ഒരേപോലെ കേട്ടോ, ഒന്നുകൂടെ കൂട്ടി. അപ്പോൾ എത്ര? 326 138 കിട്ടി. നോക്കാം കുഞ്ഞുങ്ങളെ, അതൊന്ന് കുറച്ച് നോക്കാം. 6 8 പോകത്തില്ല, ഇവിടുന്ന് കടമെടുത്ത് 16 അല്ലേ. അപ്പോൾ ഇവിടെ 8 പിന്നെ ഇവിടെ 1 ഉള്ളൂ. 1 3 കുറയ്ക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് കടമെടുത്തു 11, 11 3 പോയാലും 8 പിന്നെ ഇവിടെ 2 ഉള്ളൂ. 2 1 പോയാൽ നോക്കിയേ, ഒരേ ആൻസർ അല്ലേ രണ്ടിടത്തും കിട്ടിയേക്കുന്നത്. മനസ്സിലാക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു കണക്കാണ് ഇത് കേട്ടോ. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് പറഞ്ഞതാണ്. എല്ലാം കൂടെ പുകഞ്ഞു പോകല്ലേ. 325 മൈനസ് 137 രണ്ടും ഓഡ് നമ്പറാണ്, എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യയാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്, അതിൻ്റെ ഒന്ന് കുറച്ച് കൊടുത്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1 കേട്ടോ, അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോഴാണ് ഇവിടെ കിട്ടിയെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ഒന്ന് കുറച്ചപ്പോൾ 188 കിട്ടി. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ ഇത് കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഒന്ന് കൂട്ടിയപ്പോഴും എന്താ, എനിക്ക് അത് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയോ, രണ്ടിടത്തും ഞാൻ ഒരേ നമ്പറാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ്. നമുക്ക് എക്സസൈസ് നോക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് എക്സർസൈസ് 119 എക്സർസൈസ് നോക്കാം കുഞ്ഞുങ്ങളെ. 3ന്റെ ഗുണിതങ്ങൾ, 3ന്റെ ഗുണിതങ്ങളുടെ വ്യത്യാസവും ചോദ്യം നല്ലപോലെ നോക്കണേ. 3ന്റെ ഗുണിതങ്ങൾ, 3ന്റെ ടേബിൾ നമുക്കറിയാമല്ലോ. 3ന്റെ 2 ഗുണിതങ്ങളുടെ വ്യത്യാസവും 3ന്റെ ഗുണിതം തന്നെയാണോ
മൂന്നിൻ്റെ ചോദ്യം നല്ലപോലെ നോക്കണേ. മൂന്നിൻ്റെ രണ്ട് ഗുണിതങ്ങളുടെ മൂന്നിൻ്റെ ടേബിൾ നമുക്കറിയാമല്ലോ. അങ്ങനെ മൂന്നിൻ്റെ ഏതെങ്കിലും രണ്ട് ഗുണിതങ്ങളുടെ വ്യത്യാസവും മൂന്നിൻ്റെ ഗുണിതം തന്നെയാണോ? അതെന്തുകൊണ്ട്? ഇഫ് ദ ഡിഫറൻസ് ഓഫ് എനി ടു മൾട്ടിപ്പിൾസ് ഓഫ് 3 എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 3 വൈ. കേട്ടോ, അതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. നമുക്ക് എന്താ നിങ്ങൾ ചോദിച്ചാൽ മൂന്നിൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? മൂന്നിൻ്റെ രണ്ട് ഗുണിതങ്ങൾ എഴുതാനാണ് ചോദിച്ചത്. അപ്പം മൂന്നിൻ്റെ ഗുണിതങ്ങൾ അല്ലേ, മൂന്നിൻ്റെ ഗുണിതങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? മൾട്ടിപ്പിൾസ് ഓഫ് അല്ലേ, മൾട്ടിപ്പിൾസ് ഓഫ് 3. മൂന്നിൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21 ഇല്ലേ, എക്സെട്ര ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ ചോദ്യം. നല്ലപോലെ മനസ്സിലാക്കണേ. ഇതാണ് മൂന്നിൻ്റെ ഗുണിതങ്ങൾ. ഇതിന് സംശയമൊന്നുമില്ലല്ലോ. ഇനി ചോദിച്ചത് എന്താണെന്നറിയോ? മൂന്നിൻ്റെ ഗുണിതങ്ങൾ ഗുണിതങ്ങളുടെ വ്യത്യാസം, ഇത് തങ്ങളുള്ള വ്യത്യാസം ഒന്ന് എടുക്കണം കുഞ്ഞുങ്ങളെ. മൂന്നിൻ്റെ ഗുണിതങ്ങൾ, രണ്ട് ഗുണിതങ്ങൾ ഇതിനകത്തിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണത്തിൻ്റെ ഗുണിതങ്ങൾ എടുക്കുക. ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കണം. മനസ്സിലായോ? അതായത് ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ? വ്യത്യാസം. ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം. നോക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കിയേ, ഏതെങ്കിലും രണ്ടെണ്ണം. ഇപ്പം നോക്കിയേ, 6 - 3, അത് കഴിഞ്ഞിട്ടോ 9 - 6. വ്യത്യാസം എന്ന് വെച്ചാൽ കുറയ്ക്കാനാണേ. അതുപോലെ തന്നെ 15 - 12. പോട്ടെ, ഞാനിപ്പോൾ അടുത്തടുത്തതല്ല, ഇച്ചിരി ദൂരെയുള്ളത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ 21 - 6 നോക്കാം. അപ്പോൾ അടുത്തടുത്തത് തന്നെ വേണമെന്നെന്തോ? നമുക്ക് മൂന്നിൻ്റെ ടേബിള്, മൂന്നിൻ്റെ ഗുണിതം തന്നെയാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. 6ൽ നിന്ന് 3 പോയാൽ 3, 9ൽ നിന്ന് 6 പോയാൽ 3, 15ൽ നിന്ന് 12 പോയാൽ 3, 21ൽ നിന്ന് 6 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 21ൽ നിന്നും 6 പോയാൽ 21ൽ നിന്നും 6 പോകണം കേട്ടോ. 21ൽ നിന്ന് 6 പോയാൽ 15 അല്ലേ? 15 5 20 15. പിന്നെ ഏതാ? നമുക്ക് 18ൽ നിന്ന് 3 പോകാം. 18ൽ നിന്നും 3. എന്ന് വെച്ചാൽ ഇതെല്ലാം മൂന്നിൻ്റെ ടേബിളുകളാണ്. ഏതെങ്കിലും രണ്ടെണ്ണം ഏത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഏതെങ്കിലും രണ്ടെണ്ണം തങ്ങളുടെ ഡിഫറൻസ് നോക്കൂ കുഞ്ഞുങ്ങളെ. അപ്പോഴും എന്താ വന്നത്? 15 വന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓക്കെ 3 3 3 15 ഒക്കെയാണ് വന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ വന്നിരിക്കുന്നതെല്ലാം എന്തിൻ്റെ ടേബിളാണ് കുഞ്ഞുങ്ങളെ? നോക്കിയേ, ഇതെല്ലാം മൂന്നിൻ്റെ ടേബിൾ തന്നെയാണ് അല്ലേ? ഈ വന്നിരിക്കുന്ന എല്ലാം മൂന്നിൻ്റെ ടേബിളാണ്, മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 3ൻ്റെ മൾട്ടിപ്പിളാണ്, മൂന്നിൻ്റെ ഗുണിതങ്ങളാണ്. മലയാളത്തിൽ മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഈ എടുത്തതിൽ നിന്നും ഏതെങ്കിലും രണ്ട് സംഖ്യ എടുക്കാൻ കുഞ്ഞു. ഇവിടെ നോക്കിയേ, ഞാൻ എടുക്കുക. ഇപ്പോൾ 18 നമ്മൾ ഫസ്റ്റ് ചെയ്ത രീതിയിൽ ചെയ്യാനായിട്ടോ. 18 ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. 18ഉം അതുപോലെ തന്നെ ഞാൻ 15 എടുക്കുക. 18ഉം 15ഉം അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയേ, 3യുടെ ടേബിളിൽ വരുന്നതല്ലേ അല്ലയോ? അപ്പോൾ 3 ഇൻറ്റു എത്രയാവും കുഞ്ഞുങ്ങളെ? 18 3 18 പറഞ്ഞെങ്കിൽ എന്താണ്? 3ൻ്റെ എത്ര? 5 3 6 3 18 അല്ലേ? ഇനിയോ 3ൻ്റെ ടേബിളിലോ 5 3 15. ഇങ്ങനെ വന്നതിന് സംശയം വല്ലതും ഉണ്ടോ? ഇതിന് സംശയമൊന്നും ഇല്ലല്ലോ. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഗുണിതങ്ങളിനകത്തുനിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുത്തിട്ട് അതൊന്ന് കുറച്ച് നോക്കൂ. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് കുറച്ച് നോക്കൂ. കുറച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൂന്നിൻ്റെ ടേബിളാണോ കുഞ്ഞുങ്ങളെ എന്നാ ചോദിച്ചിരിക്കുന്നത്. ആണ്. നമുക്ക് വന്നതെല്ലാം മൂന്നിൻ്റെ ടേബിളാണ്. ഇനി അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 18ഉം 15ഉം എടുത്തേ. അത് മൂന്നിൻ്റെ ടേബിളിൽ വരുന്ന 3 × 6 18ആണ്. 3 × 5 15ഉമാണ് കേട്ടോ. മുമ്പ് പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും കുഞ്ഞുങ്ങളെ? അതായത് 18 - 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇല്ലേ, 18 എന്ന് പറയുന്നത് എന്താ? 3 × 6 ആണ്. മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ലയോ? ഓർമ്മയുണ്ടോ? ഉണ്ട്. മൈനസ് അടുത്ത ഏതാ? 3 × 5 ആണ് അല്ലേ? അപ്പോൾ ഇതിനകത്തിൽ രണ്ടിലും പൊതുവായിട്ട് വന്നത് ആരാ? 3 അല്ലേ? 3 ഇൻറ്റു ആണ്. പിന്നെ എഴുതാം. ഈ മൂന്നും രണ്ടിലും പൊതുവായിട്ടുള്ള 3 ആണിത്. ഇനി ആരുണ്ട്? ഒരു 6 ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, ഒരു 5 ഉണ്ട് കേട്ടോ. അപ്പം 3നെ അതുപോലെ എഴുതി. ഇൻറ്റു 6ൽ നിന്ന് 5 പോയ 1 ആണ്. 1 × 3 3. കണ്ടോ? അപ്പം എങ്ങനെ ഇരിക്കും? ഇനി ഇത് തന്നെയല്ല, നിങ്ങൾക്ക് ഇനി വേറെ ഒന്നും വരത്തില്ലയോ എന്നൊരു സംശയം വന്നാൽ നമുക്ക് വേറെ എടുക്കാം കുഞ്ഞുങ്ങളെ. 21ഉം ഞാനൊരു 18ഉം കൂടി എടുക്കും. 21 - 18 അല്ലേ? എങ്ങനെ എഴുതാം നമുക്ക്? ഇനി ഇത്രയും ലാഗ് അടിച്ച് എഴുതണ്ടല്ലോ. ഒറ്റയടിക്ക് അങ്ങ് എഴുതരുതോ? എങ്ങനെയാ?
എങ്ങനെ എഴുതാം? അതായത് 21 എന്ന് പറയുന്നതിന് എന്താ അങ്ങ് എഴുതാം അല്ലേ? 3 × 7 ആണ് 21. പിന്നെ 21 എന്ന് പറഞ്ഞാൽ 3 × 7 ആണ്. 18 എന്ന് പറഞ്ഞാൽ 3 × 6 ആണ് അല്ലേ? സംശയമില്ലല്ലോ. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചാൽ ഒരെണ്ണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 21 - 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 7 അതുപോലെ -3 × 6 ആണ് കേട്ടോ. അപ്പോഴോ രണ്ടിലും പൊതുവായിട്ട് വന്നത് ആരാ? ഇതിൽ രണ്ടിലും 3 ആണ്. ഇൻറ്റു ഇനി ബാക്കി ആരെ എഴുതാനുണ്ട്? ഒരു 7 കൊണ്ട് ഒരു 6 കൊണ്ട് അല്ലേ? 7 - 6 നോക്കിയേ. 3 × 7 × 6 = 1. അപ്പോഴും എത്ര? ഒരു 3 കണ്ടോ? ഇവിടെ ആരാ വന്നത്? ഇവിടെ എപ്പോഴും നോക്കിക്കേ എത്രയാ വന്ന്? 3 ആണ് വന്നിരിക്കുന്നത്. ഇപ്പം പിടികിട്ടോ നിങ്ങളെ? മനസ്സിലായോ? ഇതാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ അങ്ങ് എഴുതി വെക്കണം കേട്ടോ. നമ്മളോട് ചോദിച്ചത് എന്താ? 3ന്റെ 2 ഗുണിതം, ഏതെങ്കിലും 2 ഗുണിതം. നോക്കിയേ 3ന്റെ ഗുണിതം അല്ലേ ഈ എഴുതി വെച്ചേക്കുന്നത്. ഏതെങ്കിലും 2 ഗുണിതങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഉണ്ട്. 3ന്റെ ഏതെങ്കിലും 2 ഗുണിതങ്ങളുടെ വ്യത്യാസം 3ന്റെ ഗുണിതം തന്നെയാണോ? അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സംശയം വല്ലതും ഉണ്ടോ നിങ്ങളെ? ഒന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാം. ലാസ്റ്റൊക്കെ മനസ്സിലാക്കണേ. ഇത് നമുക്ക് റീസൺ എന്തോ എഴുതാം നമുക്ക്. ഇവയിൽ ഏത് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും എന്നെ അത് എഴുതിക്കോ, ഞാൻ എഴുതിയിട്ടിടാം. ഇവയിൽ ഏത് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും 3ന്റെ ഗുണിതങ്ങൾ തന്നെയാണ്. നോക്കൂ നിങ്ങളെ അല്ലേ? ഏത് നമ്മൾ 2 സംഖ്യകൾ വീതം എടുത്താലും ഇതിൻ്റെ വ്യത്യാസം 3ന്റെ ഗുണിതങ്ങൾ തന്നെയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ഓഫ് ദീസ് നമ്പേഴ്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 കേട്ടോ. ഇത്ര എഴുതിയാൽ മതി ഇതിൻ്റെ. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. രണ്ടാമത്തെ ഒരിച്ചിരി വലുതാണ്. ചോദ്യം കണ്ടോ? ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്. നോക്കണേ. 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണോ? ചോദ്യം നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. എന്നിട്ടോ അതെന്തുകൊണ്ടാണ്? അതുപോലെ താഴെയും ചോദിച്ചിട്ടുണ്ട്. 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണോ? എന്തുകൊണ്ട്? If 2 numbers leave a remainder 1 on division by 3, if their difference a multiple of 3y. If 2 numbers leave a remainder 2 on division by 3, is their difference a multiple of 3y. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ ചോദ്യം നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു വലിയ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ടാവും നിങ്ങളെ? ഉണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചാൽ 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യ, ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3ന്റെ ഗുണിതമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചത്. 3ന്റെ ഗുണിതം എന്തുവാണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാണ് 3ന്റെ ഗുണിതം? 3 അല്ലേ, 6, 9, 12, ഒരു 3, 3, 26, 3, 4, 32, 5, 15, 6, 18. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾ എന്ന് ഇപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. സംശയമില്ലല്ലോ. ഉണ്ടോ? നമ്മളോട് ചോദിച്ചത് എന്താ പറയുക? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരണം. എന്തോ മിച്ചം വരണം? 1 മിച്ചം വരണം കേട്ടോ. 1 മിച്ചം വരണം. എന്നിട്ടോ എന്ത് ചെയ്യണം? 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം കാണാം. ഒന്നും ആലോചിക്കേണ്ട നിങ്ങൾ. എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ കൂടെ ഓരോന്നും കൂടെ നമ്മൾ കൂട്ടിയാലേ, എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് 3ന്റെ ടേബിൾ ആണല്ലോ. ഇതിൻ്റെ എല്ലാം കൂടെ ഓരോന്നും കൂടെ കൂട്ടിയാൽ ആ 1 ശിഷ്ടമല്ലേ? സംശയമുണ്ടോ? ഇപ്പം 3 + 1 4. ഇപ്പം അടുത്തേതാ? പിന്നെ നമുക്ക് 3 + 1 4. പിന്നെ ആ വന്ന 4 + 3, ഈ കിട്ടിയ 4ൻ്റെ കൂടെ വീണ്ടും 3 കൂടെ കൂട്ടുമ്പം 7 കേട്ടോ. ഇല്ലയോ? 7 എന്ന് വെച്ചാൽ 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പം 7. ഇനി ആ കിട്ടിയ 7ൻ്റെ കൂടെ വീണ്ടും 3 കൂടെ കൂട്ടിയാൽ 10 ഇല്ലേ? ഇനി ആ 10ൻ്റെ കൂടെ വീണ്ടും 3 കൂടെ കൂട്ടിയാൽ 13. ഇനി ആ 13ൻ്റെ കൂടെ വീണ്ടും 3 കൂടെ കൂട്ടിയാൽ 16. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് 3ൻ്റെ ടേബിൾ ഓൾറെഡി അറിയാം. ഇത് എഴുതേണ്ട കാര്യമില്ല, നമുക്കറിയാം. ആ 3ൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിയാലേ, എന്ന് വെച്ചാൽ അത് പിന്നെ ശിഷ്ടമല്ലേ? ആ ഒന്നുകൂടെ കൂട്ടുക എന്ന് വെച്ചാൽ അത് ശിഷ്ടമല്ലേ കുഞ്ഞുങ്ങളെ? ഉദാഹരണത്തിന് ഞാൻ ഈ പറയുന്നുണ്ട് 4 എന്ന് നമ്മൾ പറഞ്ഞു. ഈ 4നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 3 ശിഷ്ടം 1 വന്ന കണ്ടോ? ശിഷ്ടം 1. അതുപോലെ നമ്മൾ അടുത്ത് എഴുതുക 7നെ നമ്മൾ എന്ത് ചെയ്യാം? 7നെ നമ്മൾ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താ? 2, 3, 6 ശിഷ്ടം 1. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 10നെ നമ്മൾ 3 കൊണ്ട് ചെയ്യുക. 10നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര? 3, 3, 9 അല്ലേ? ശിഷ്ടം 1. കണ്ടോ? ഇവിടെ എല്ലാം ശിഷ്ടം 1 വരുന്ന കണ്ടോ? നമ്മളോട് ചോദിച്ചാൽ എന്താ? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് കിട്ടുന്ന മനസ്സിലാവും നിങ്ങളെ? 3ൻ്റെ ടേബിൾ എഴുതുക.
മൂന്നിൻ്റെ ടേബിൾ എഴുതുക. എന്നിട്ടോ അതിൻ്റെ ആ മൂന്നിൻ്റെ എല്ലാം കൂടെ ആ ടേബിളിൻ്റെ കൂടെ ഓരോന്നുകൂടി കൂട്ടിയാൽ നമുക്ക് എന്താ മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 4, 6ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 7, 9ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 10, പിന്നെന്താ 12ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 13, 15ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 16, അങ്ങനെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം നമ്മൾ പറഞ്ഞ രീതി ഈ 3ഉം 1ഉം 4, പിന്നെ ആ കിട്ടിയ 4ൻ്റെ കൂടെ 3 3 3 വീതം കൂട്ടുക ഇവിടെ കേട്ടോ. മനസ്സിലാക്കണേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ഇത് മനസ്സിലാവുന്നവർക്ക് അങ്ങനെ, അതല്ല കണ്ട് ഇതിൻ്റെ കൂടെ ഓരോന്നുകൂടെ കൂട്ടി എങ്ങനെയാണോ മനസ്സിലായത് അങ്ങനെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാവും ശിഷ്ടം എന്തോ വന്ന് ഓരോന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ കുഞ്ഞുങ്ങളെ? ഉണ്ടല്ലോ. അപ്പം നോക്കിയേ, ഈ വ്യത്യാസം 3ൻ്റെ ഗുണിതമാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നമുക്ക് കിട്ടിയ ഓരോന്നിനെ നമുക്ക് എടുക്കാം. നോക്കിയേ, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറയാം 16 നമുക്ക് കിട്ടി. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തേ ഞാൻ -7 ചെയ്യാം. 16ൽ നിന്ന് 7 പോയാൽ എത്ര കുഞ്ഞുങ്ങളെ? 9ആണ്. ഈ 9 എന്ന് പറയുന്ന 3ൻ്റെ ടേബിളിലുണ്ടോ? ഉണ്ട് ഇല്ലേ? 9 3ൻ്റെ ടേബിളുണ്ട്. വേറെണ്ണം ഞാൻ എടുക്കാം. ഇപ്പോൾ 13 -10 എത്ര വന്നേ? 3. 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇച്ചിരൂടെ 16ൽ നിന്ന് ഞാൻ എന്താ ഈ 16ൽ നിന്ന് 4 ഒന്ന് കുറച്ചേ. 16ൽ നിന്ന് 4 എത്ര കുഞ്ഞുങ്ങളെ? 12. എന്താ 3ൻ്റെ ടേബിളിൽ വരുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശിഷ്ടം എന്ത് പറഞ്ഞാൽ 1ആണ്. ഈ വന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഈ വന്നതിൽ ഡൗട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഈ 3ൻ്റെ കൂടെ 3 വീതം കൂട്ടി കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഓക്കെ ആണേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? റീസൺ എഴുതാം. ഇതിൻ്റെ റീസൺ നോക്കൂ കുഞ്ഞുങ്ങളെ. ഒത്തിരിയാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട. എന്ന് വെച്ചാൽ ഇവയിൽ ഏത് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 3ൻ്റെ ഗുണിതങ്ങളാണ്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ? ഇവയിലെ ഏത് 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും 3ൻ്റെ ഗുണിതങ്ങളാണ്. ഓരോ സംഖ്യയും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടും. അത്രയേ ഉള്ളൂ. ഏതൊരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എത്ര കുഞ്ഞുങ്ങളെ? 1 കിട്ടും. ഇനി അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലോ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 of these numbers is multiple of 3. Each number leaves a remainder of 1 when divided by 3. കേട്ടോ? എളുപ്പമല്ലേ? മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഇച്ചിരി ഒന്ന് ബാക്കിൽ അടിച്ചിട്ട് ഒന്നുകൂടെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. മനസ്സിലാക്കണേ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത 3ാമത്തെ ചോദ്യം ടെസ്റ്റിലെ 3ാമത്തെയാണ് കേട്ടോ. അതിൻ്റെ തന്നെ 3ാമത്തെ കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ അങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ തൊട്ട് താഴെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? ഞാനത് എഴുതിയില്ല, പറഞ്ഞില്ല. 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെ വ്യത്യാസം 3ൻ്റെ കൂടെ. ഈ സെയിം ചോദ്യം തന്നെ 2 വന്നാൽ, അപ്പം നമ്മളിവിടെ 1 വന്നാൽ നമ്മൾ പഠിച്ചു അല്ലേ? 1 വന്നാൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം 2 വരാൻ എന്തോ ചെയ്താൽ മതി? 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര ഇങ്ങനെ ഞാനത് എഴുതിയില്ല. അതായത് 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ നോക്കണേ. ഇപ്പോൾ 3ൻ്റെ ടേബിൾ ഇതാണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 5 അല്ലേ? പിന്നെ 6ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 8, 9ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 11, 12ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 13, 15ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 17. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ നോക്കുഞ്ഞ്. 3 ശിഷ്ടം 2 കണ്ടോ? 2. അതുപോലെ 8നെ നമ്മളോ 5 കൊണ്ട് 6 ഇവിടെ, അതായത് 3 6 6ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 8. 8നെ 1 5 5 അപ്പോൾ 3 വരുന്നുണ്ടല്ലേ? 2 വീതമല്ലേ? സോറി കേട്ടോ, 2 വീതമാണ്. 3 2 5, 5 2 7, 2 വീതമാണ് കേട്ടോ. 2 11 ഇവിടെ 7 കുഞ്ഞുങ്ങൾ കേട്ടോ. 7 ഞാൻ കൂട്ടിയത് വന്നു. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 3 അങ്ങനല്ല വരണ്ടേ. 7 9 ഇവിടെ എത്ര? ശിഷ്ടം 2 അല്ലേ വരേണ്ടത്? അപ്പം 5 3 2 5, പിന്നെ 8. അവിടെ 8 തന്നെ ആയിരുന്നല്ലോ. 8 തന്നെ ആയിരുന്നു. 8 2 3 6 ശിഷ്ടം 2. പെട്ടെന്നൊരു ഇത് വന്നാൽ കേട്ടോ ഞങ്ങളെ, സോറി. 8 പിന്നെ 11 അല്ലേ? അതായത് 11 ആകുമ്പോൾ 11 ഡിവൈഡ് 3 3 9, അപ്പോൾ ശിഷ്ടം 2 കണ്ടോ? ഈ വരുന്ന സംഖ്യ, അതായത് നമുക്ക് ഈ 3ൻ്റെ ടേബിളിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ മതി കേട്ടോ.
ഈ 3ൻ്റെ 1 ശിഷ്ടം വരണമെങ്കിൽ ഒന്നുകൂടെ കൂട്ടണം. 2 ശിഷ്ടം വരണമെങ്കിൽ ഈ തന്നിരിക്കുന്ന 3ൻ്റെ ടേബിളിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ നല്ല എല്ലായിടം നമുക്ക് എന്താ ശിഷ്ടം 2 വരുന്നത്. ഈ സെയിം ഇത് തന്നെ കേട്ടോ. എന്നിട്ട് ഓരോ സംഖ്യയും 3 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ശിഷ്ടം 2 ആക്കിയാൽ മതി കേട്ടോ. രണ്ടാമത്തേൻ്റെ 1 ഇത് തന്നെയാണ്. രണ്ടാമത്തേൻ്റെ ഇവിടെ ശിഷ്ടം 2 ഇവിടെ ശിഷ്ടം റിമൈൻഡർ 1 പറഞ്ഞില്ലേ, അതങ്ങ് 2 ആക്കിയാൽ മതി. സെയിം ഇത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ. അത് ഞാൻ ചോദ്യം എഴുതാൻ മറന്നുപോയതാ കേട്ടോ. സെയിം ഇതുപോലെ തന്നെ നിങ്ങൾ ഏതാ ഇവിടെ 1 ശിഷ്ടം വരണമെന്നുണ്ടെങ്കിൽ ഈ 3ൻ്റെ ടേബിളിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം. കണ്ടോ ഇത് കണ്ടോ, ഇത് കണ്ടോ കൂട്ടി 3ൻ്റെ കൂടെ 1 കൂട്ടി. ഇനി ഇത് അല്ല 2 വരണമെങ്കിലോ 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ 5, 8, 11 മനസ്സിലാക്കണേ. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി എഴുതി വെക്കണം കേട്ടോ. അടുത്ത നമുക്ക് ചെയ്യാം. കഴിഞ്ഞ കണക്കിൽ 3ന് പകരം 4 എടുത്താൽ, ഇത് നല്ലപോലെ നോക്കണേ കേട്ടോ. 3ന് പകരം 4 എടുത്താൽ അതുപോലെ എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റുമെന്ന് അത് കയറുന്നതിന് മുമ്പ് ഇതൊന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കാം നിങ്ങളെ കേട്ടോ. അതായത് 3 കൊണ്ട് ഹരിച്ചാൽ 2 മിച്ചം വരുന്ന ഏതെങ്കിലും 2 സംഖ്യകളുടെയും വ്യത്യാസം 3ൻ്റെ ഗുണിതമാണോ എന്തുകൊണ്ട്? കാരണം ഞാൻ എഴുതി തരുന്നത് നോക്കി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് കുഞ്ഞുങ്ങളെ. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരണം. അതെങ്ങനെയാണെന്ന് കേട്ടോ. അതായത് നമ്മൾ 3ൻ്റെ ഒരു 3, 3, 23, 6, 3, 9, 4, 12, 3, 15 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ. ശിഷ്ടം എത്രയാണ് വരേണ്ടത്? ശിഷ്ടം 2 വരേണ്ടത്. ശിഷ്ടം എത്ര നിങ്ങളെ? 2 വരേണ്ടത്. അപ്പോൾ അതുണ്ട് 1, 2. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 2ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 3ൻ്റെ ടേബിൾ അല്ലേ, അപ്പോൾ എത്ര? 5. എന്നിട്ട് ആ 5 എഴുതിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? 3 എഴുതണം. എന്ന് വെച്ചാൽ 3ൻ്റെ ടേബിളാണ്. അപ്പോൾ എത്ര? 5, 3, 8. പിന്നെ 8ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടണം. 8ൻ്റെ 11. വീണ്ടും ആ 11ൻ്റെ കൂടെ 3 കൂടെ കൂട്ടണം. എത്ര? 14. 14ൻ്റെ കൂടെ വീണ്ടും 3 കൂട്ടണം. എത്ര? 17. ഇപ്പം മനസ്സിലായോ? ഇനി ഇവ തങ്ങളിൽ ഏതെങ്കിലും എടുത്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. ഏതെങ്കിലും 2 8 - 5 എത്ര? 3. ഇപ്പോൾ ഏതെങ്കിലും എടുക്കാം കേട്ടോ. 14 - 5 എത്ര? 9. 17 - 8. ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. നോക്കിയേ, ഇവയിൽ ഏത് 2 സംഖ്യ എടുത്താലും എന്താ? ഇതെല്ലാം 3ൻ്റെ ടേബിളിലാണ് അല്ലേ? മനസ്സിലായോ? ഏത് 2 സംഖ്യ എടുത്താലും എന്താ നിങ്ങളെ? ഇവിടെ എല്ലാം 3ൻ്റെ ടേബിളിലാണ് വരുന്നത്. മനസ്സിലാക്കണേ. അപ്പം ഇവിടെ ശിഷ്ടം ഇനി എന്ത് വരണം? ശിഷ്ടം 2 വരുമോ നോക്കിക്കേ. നമുക്ക് നോക്കാം. 5നെ നമ്മളിപ്പോൾ 2 വെച്ച് ചെയ്യുക. 5നെ 2 വെച്ച് ചെയ്യുമ്പോൾ എത്ര? 2 അല്ല, എത്ര? 3ൻ്റെ ടേബിൾ അല്ലേ? 3 എത്ര? 1, 3, 3 കണ്ടോ? ശിഷ്ടം 2. അടുത്ത നമ്മൾ 8 എടുക്കുക. 8നെ 3 വെച്ച് ചെയ്യുക. എത്ര? 2, 3, 6 ശിഷ്ടം 2. അടുത്ത ഏതാ കുഞ്ഞുങ്ങളെ? 11നെ നമ്മൾ ചെയ്യുക. 11നെ 3 വെച്ചാകുമ്പോൾ 3, 3, 9 ശിഷ്ടം 2. അടുത്ത 14നെ നമ്മൾ ചെയ്യുക. 14നെ 2 വെച്ച് ചെയ്യുമ്പോൾ 6, 2, 12 ശിഷ്ടം 2. കണ്ടോ? ഇതിൻ്റെ എല്ലാ ശിഷ്ടം എന്താവുന്നത്? 2 അപ്പം നമ്മൾ അതിൻ്റെ തിയറം അനുസരിച്ച് എങ്ങനെ എഴുതും? മുമ്പ് ഞാൻ ആ പറഞ്ഞ രീതിയിൽ എന്താ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ ഇത് സെയിം ഇതുപോലെ എഴുതുക. കണ്ടോ? ഓരോന്നും 3 കൊണ്ട് ഹരിച്ചാൽ അവിടെ എഴുതണം ശിഷ്ടം 2 എന്ന് വേണം എഴുതാൻ കേട്ടോ. റിമൈൻഡർ 2. മുമ്പ് ഫസ്റ്റ് കണക്കിലെല്ലാം ഇത് തന്നെ സെയിമാണ്. റിമൈൻഡർ 1 വന്നത് മുമ്പ് ഇത് സെയിമാണ്. റിമൈൻഡർ 2 വന്നു കേട്ടോ. അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണക്ക് മാത്രം നോക്കി പഠിക്കുന്നവരുണ്ടോ നിങ്ങളെ? അല്ലെങ്കിൽ അല്ലേ? ഓക്കെ. അടുത്ത കഴിഞ്ഞ കണക്കിൽ 3ന് പകരം 4 എടുത്താൽ അതുപോലെ എന്തെല്ലാം നമുക്ക് പറയാൻ പറ്റും? 3ന് പകരം 4 എടുത്താൽ അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 4 കഴിഞ്ഞ കണക്കിൽ 3ന് പകരം 4 എടുത്താൽ നമുക്ക് നോക്കാം. ശിഷ്ടം എത്ര വരണ്ടേ ഇവിടെ? ശിഷ്ടം എത്ര നിങ്ങളെ വരണ്ടേ? 1 അല്ലേ? നോക്കിയോ നിങ്ങളെ? നോക്കിയാൽ കഴിഞ്ഞ കണക്കിൽ 3ന് പകരം 4 എടുത്താൽ അതുപോലെ എന്ത് നമുക്ക് പറയാം അല്ലേ? നോക്കിക്കേ. അപ്പം നമുക്ക് 1 വരും കേട്ടോ. ശിഷ്ടം 1 വരുന്നത് നോക്കാം. നമ്മൾ ആദ്യം 4ൻ്റെ ടേബിൾ 1, 4, 4, 2, 4, 8, 3, 4, 12, 4, 16, 4, 20 എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1, 4, 4. ആ 4ൻ്റെ വീണ്ടും എടുക്കുക. എത്ര? 1, 4, 4 അല്ല 1, 4, 5, 5, 4, 1, 5. ആ 5ൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ 1, 5, 4, 9. ഇനി 9ൻ്റെ കൂടെ എന്ന് വെച്ചാൽ 4 അല്ലേ നമ്മളോട് 4 എടുത്താൽ, അതുകൊണ്ടാണ് ഈ 4. 9, 4, 13. 13, 4, 17. പിന്നെ 17, 4,
21 ഇങ്ങനെ പോകും. എന്ന് വെച്ചാൽ 4 വീതം കൂട്ടി 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 പോകും. മനസ്സിലാക്കണേ. ഇനി ഇതിനകത്തിൽ ഏതെങ്കിലും 2 എണ്ണം എടുത്ത് വ്യത്യാസം കാണാനാ പറഞ്ഞേ. നോക്കൂ നിങ്ങളിവിടെ ഇപ്പോൾ 17 മൈനസ് 5 എത്ര വന്നേ? 12 21 മൈനസ് ഏതെങ്കിലും 2 എണ്ണം എടുത്ത് നോക്കിക്കേ, 12 വന്നേ. 13 മൈനസ് 5 എത്ര വന്നേ? 8 വന്നേ. അതുപോലെ തന്നെ 9 മൈനസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുത്തോ, ഏതെങ്കിലും സംഖ്യ എടുത്തോ. ഈ 1 എന്ന് വെച്ചാൽ എന്താ? മിച്ചം 1 കേട്ടോ. അത് മുമ്പ് ചെയ്ത അതേ കണക്കിൽ, കഴിഞ്ഞ കണക്കെന്ന് പറഞ്ഞാൽ ഏതാ? കഴിഞ്ഞ കണക്കിൽ 3 അല്ലേ ഇട്ടേ, അതിന് പകരം ഇവിടെ 4 ആണെങ്കിൽ കേട്ടോ. അപ്പം എന്താ? 1 അല്ലേ മിച്ചം. ഇവിടെ നോക്കാം. ഓക്കെ, മിച്ചം 1 വരണ്ട. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഡിഫറൻസ് കണ്ടോ, വ്യത്യാസം കണ്ടോ? വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ്, എല്ലാ കണക്കിൻ്റെയും വ്യത്യാസമാണ് നമുക്ക് അറിയേണ്ടത് കേട്ടോ. ഡിഫറൻസ് മിച്ചം 1 ആണോ അല്ലയോ എന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് നമുക്ക് കിട്ടിയ 5 അല്ലേ? ഫസ്റ്റ് നമുക്ക് 5 ആണ്. 5നെ നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ 1 4 ശിഷ്ടം 1. അടുത്ത ഏതാ? 9. 9നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ 2 4 8 ശിഷ്ടം 1. 13നെ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ 3 4 12 ശിഷ്ടം. കണ്ടോ ഇവിടെ എല്ലാം ആരാ വന്നത്? മിച്ചം 1 ആണ് വന്നത് കേട്ടോ. മിച്ചം 1 ആണ് വന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഇവിടെ ഇത് വരുന്നതിന് ആർക്കും സംശയമില്ലേ? 4ൻ്റെ ടേബിളാണ്. കാരണം 4 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 1 + 4 5, ആ കിട്ടിയതിൻ്റെ കൂടെ വീണ്ടും 4, കിട്ടിയതിൻ്റെ കൂടെ വീണ്ടും 4, കിട്ടിയത് കേട്ടോ. അങ്ങനെ എടുക്കുക. എന്നിട്ട് ആ കിട്ടിയതിൻ്റെ വ്യത്യാസം നോക്കിയാൽ എല്ലാം എത്ര? 4ൻ്റെ ടേബിളാണ് വന്നേക്കുന്നത് കണ്ടോ. എല്ലാം 4ൻ്റെ ടേബിളാണ് വന്നേക്കുന്നത്. എന്നിട്ട് ആ കിട്ടിയതിനെ നമ്മൾ 4 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എല്ലാത്തിൻ്റെയും ശിഷ്ടം 1 ആണ് വന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 4 കൊണ്ട്. അപ്പം നമ്മൾ ആ മുമ്പ് എഴുതിയ തിയറം ഉണ്ടല്ലോ, ഫസ്റ്റിലത്തെ നിങ്ങൾ ആ തിയറം പഠിക്കുന്നവർക്ക് എല്ലാത്തിൻ്റെ അതിൻ്റെ റിമൈൻഡർ അങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി നിങ്ങൾ കേട്ടോ. ഇവയിൽ ഏത് 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റേതെന്താ? 4ൻ്റെ ഗുണിതമാണ്. ഫസ്റ്റ് പഠിക്കാമെങ്കിൽ ഇതങ്ങ് പഠിക്കാം. 4ൻ്റെ ഗുണിതമാണ്. ഓരോ സംഖ്യയും നമ്മൾ 4 കൊണ്ട് ഹരിച്ചപ്പോൾ എന്താ? ശിഷ്ടം 1 കിട്ടി. എത്രയാണെന്നങ്ങ് എഴുതിയാൽ ശിഷ്ടം 1 കിട്ടി. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഓഫ് ദീസ് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 4, ഇപ്പോഴത്തെ ഇതിൻ്റെയാണ് 4. റിമൈൻഡർ എത്ര നിങ്ങളെ? 1 ആണ്. ഏത് വെച്ചാൽ 4 വെച്ച് ചെയ്തപ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടിയത് കേട്ടോ. മുമ്പ് പഠിച്ച അതിൻ്റെ ഏത് സംഖ്യ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ശിഷ്ടം എത്ര വരുന്നതെന്നും അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ലാസ്റ്റിലത്തെ ഒരു കണക്കും കൂടിയുണ്ട്. അതായത് 2 സംഖ്യകളുടെ കണ്ടേ, if 2 numbers leave the same remainder on division by the number, what is the relations between the difference of these numbers and the dividing number? 2 സംഖ്യകളെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരേ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ ഈ 2 സംഖ്യകളുടെ വ്യത്യാസവും ഹരിച്ച സംഖ്യയും തമ്മിലുള്ള ബന്ധവും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 3യുടെ ടേബിൾ, ഇതുവരെ നമ്മൾ 3യുടെ ടേബിൾ അല്ലേ, ഇപ്പോൾ 1 3 3 23 6 3 9 4 3 12 5 3 15 6 3 18 എന്ന് പറയുക അല്ലേ. ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് ശിഷ്ടം 1 വരത്തക്ക രീതിയിൽ നമ്മൾ പറയാം. ശിഷ്ടം അല്ലെ റിമൈൻഡർ ആണ് ഈ ശിഷ്ടം എന്ന് പറയുന്നത്. റിമൈൻഡർ കേട്ടോ. റിമൈൻഡർ 1 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എന്താ? 3 + 1 4 അല്ലേ. പിന്നെന്താ? 6 + 1 അല്ലയോ. 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പം 7. മുമ്പ് നമ്മൾ ചെയ്ത രീതിയാണ്. അല്ലെങ്കിൽ എന്താ എത്ര വരും? 3 3ൻ്റെ കൂടെ 4, പിന്നെ 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ എത്ര? 7. മനസ്സിലായോ? 7. 9ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 10, 12ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 13, 15ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 16, 18ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും. കാരണം ശിഷ്ടം 1 വരണം എന്ന രീതിയിലാണ്. ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം കൂടെ 1 കൂട്ടിയാൽ പോരാ. നമ്മളിപ്പോൾ കുറേ ചെയ്തല്ലോ, അത് അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ ആ കിട്ടിയത് നോക്കിയാൽ ഡിഫറൻസ്, ഏതെങ്കിലും സംഖ്യകളുടെ ഡിഫറൻസ് നോക്കാം. നമുക്ക് കിട്ടിയത് ഇത്രയും. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ ഇപ്പോൾ 17 അല്ലെങ്കിൽ 10 മൈനസ് 7 എത്ര വന്നേ? 3 ആണ്. 19 മൈനസ് ഇവിടെ 19, 18ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 19, 19 മൈനസ് 16 എത്ര? 3 ആണ് അല്ലേ. പിന്നെ അല്ലെങ്കിൽ 7 മൈനസ് 4 എത്രയാണ്? 3 ആണ്. ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് എത്ര കുഞ്ഞുങ്ങളെ വന്നേ? എല്ലാത്തിൻ്റെയും 3 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. അല്ലെ 3ൻ്റെ വേറെ എടുക്കുകയാണെങ്കിൽ 3ൻ്റെ ഗുണിതങ്ങളോ ആയിരിക്കും ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയറി അനുസരിച്ച് എങ്ങനെ എഴുതും? അതിൻ്റെ തിയറം അനുസരിച്ച് എങ്ങനെയാണെന്നാ ചോദിച്ചത്. എങ്ങനെ എഴുതാൻ കുഞ്ഞില്ലേ? ഇഫ് ദ ഡിഫറൻസ് ഓഫ് 2 numbers ലീവ്സ് ദ സെയിം റിമൈൻഡർ ഓൺ ഡിവിഷൻ by the number, then the difference of such numbers is also multiple of divisor. എന്നോട് വായിക്കാം. ഇഫ് ദ ഡിഫറൻസ് ഓഫ് 2 numbers leaves the same remainder on division by a number, then the difference of such the numbers is also a multiple of divisor അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് നോക്കിയേ, ഇവിടെ എത്ര വന്നത്? 3 ആണ്.
മനസ്സിലായോ? ഇതിൻ്റെ എല്ലാ റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. എല്ലാത്തിൻ്റെ ഒരേപോലെയല്ലേ? അപ്പോൾ അത് ഉദ്ദേശിച്ചാൽ മതി. ഇതുവരെ നമ്മൾ ചെയ്ത കണക്കിലെല്ലാം വന്നത് കണ്ടോ? നമ്മൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതുവരെ ചെയ്തതിൻ്റെ ഒറ്റ വരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടം നമ്മളിപ്പോൾ ഏതെങ്കിലും 3ൻ്റെ ആണ് നമ്മളോട് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ 3ൻ്റെ ടേബിൾ എഴുതിയത്. ഇനി അഥവാ 4ൻ്റെ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ 4ൻ്റെ ടേബിൾ എഴുതി വെക്കുക കേട്ടോ. എന്നിട്ടോ ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. നമ്മളോട് ചോദിച്ചതിൻ്റെ ശിഷ്ടം 2 ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ ആ 2 കൂട്ടുക. ഇനി അതല്ല, ശിഷ്ടം എന്ന് വെച്ചാൽ റിമൈൻഡർ അല്ലേ, മിച്ചം എത്ര? ഇനി 1 ആണ് ചോദിക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ 1 ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ആ കിട്ടിയതിൻ്റെ വ്യത്യാസം, ഡിഫറൻസ് കാണുക. നമ്മളിപ്പോൾ കുറേ ഡിഫറൻസ് കണ്ടല്ലോ, അറിയാമല്ലോ, അത് വെച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള കണക്കാണ്. ഇച്ചിരി നേരം ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ ആണേ? ഓക്കെ, കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്